സഖാവ് ഇപ്പോൾ ഈ ജി സുധാകരൻ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ എച്ച് സലാമിൻ്റെ അവിടുത്തെ അന്വേഷണ റിപ്പോർട്ട് താങ്കൾ സുധാകരനെ പുറത്താക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ട്? ഇതെല്ലാം പാർട്ടിക്കുള്ളിലെ സംഘടനാ പ്രശ്നങ്ങൾ, പത്രങ്ങളുമായിട്ടോ മാധ്യമങ്ങളുമായിട്ടോ ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല. അന്വേഷണം നടന്നോ, അന്വേഷണ കമ്മീഷനെ വെച്ചോ എന്നൊന്നും പത്രസമ്മേളനം നടത്തി പറഞ്ഞതല്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ സംഘടനാപരമായി ഒട്ടേറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ളത്. അതിൽ ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടല്ലാതെ സുധാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തേണ്ട കാര്യമുണ്ട്. അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്, 10 വർഷം പാർട്ടി പാരമ്പര്യമുള്ള ആളാണ്, മന്ത്രിയായിരുന്നു, സംസ്ഥാന സമിതിയിലുണ്ടായിരുന്നു, അങ്ങനെ വലിയ പാരമ്പര്യമുള്ള നേതാവാണ്. അദ്ദേഹത്തെ ഒരു ഗൂഢാലോചനയോടെ പുറത്താക്കേണ്ട കാര്യം CPM ഉണ്ടോ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. അങ്ങനെ ഞാനും സുധാകരനും തമ്മിൽ വ്യക്തിപരമായി യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ 2006 മന്ത്രിസഭയിൽ സഹപ്രവർത്തകരായിരുന്നു, നല്ല ബന്ധമായിരുന്നു. ആ ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. ബന്ധമുണ്ടായിട്ടും അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനെ പോലും വിമർശിക്കുകയാണ്. രാജ്യസഭാ അംഗമായിക്കൊണ്ട് തന്നെ ലോക്സഭയിൽ മത്സരിച്ചു. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി അദ്ദേഹത്തെ പുറത്താക്കാൻ എന്തോ വലിയ ഗൂഢാലോചന നടന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനോടൊന്നും പ്രതികരിക്കാനില്ല. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വോട്ട് പറഞ്ഞു, അതിലൊരു അന്വേഷണം നടന്നിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്പം വോട്ട് പറഞ്ഞപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. അദ്ദേഹത്തെ താറടിക്കാൻ വേണ്ടി എച്ച് സലാം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാണ് പ്രചരണം നടത്തിയത്. പക്ഷേ അദ്ദേഹത്തെ താറടിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. സുധാകരൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞിട്ടില്ലല്ലോ. അതിനെക്കുറിച്ച് എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന് പാർട്ടി എന്നുള്ള നിലയിൽ ചർച്ച ചെയ്ത് ആലോചിക്കാതെ എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും പറയാനില്ല. എൻ്റെ വ്യക്തിപരമായ പ്രശ്നമേ ഇല്ല. വ്യക്തിപരമായിട്ടൊരു തർക്കവും ഞങ്ങൾ തമ്മിലില്ല. ഇത്തരം ആരോപണങ്ങൾ ശരിക്കും അച്ചടക്കലംഘനമാണ്. പാർട്ടി അച്ചടക്കമുള്ളൊരു പ്രവർത്തകൻ പോലും പറയാൻ പാടില്ലാത്ത സാധനമാണ്. എല്ലാം പാർട്ടി പരിശോധിക്കുക, നത്തിങ്, വേറെ ഒന്നുമില്ല. ആ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞ കാര്യം വാസ്തവമുള്ളതാണ്. അന്വേഷണ റിപ്പോർട്ട് പത്രങ്ങൾക്കുള്ളതല്ലല്ലോ. അതൊക്കെ ഞങ്ങൾ പാർട്ടിക്കുള്ളിലെ കാര്യമല്ലേ. എല്ലാം പാർട്ടി ചർച്ച ചെയ്യുക, അല്ലാതെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പേരിൽ സുധാകരനെ എഴുത്തുകയോ പാർട്ടിയിൽ തരം താഴ്ത്താനുള്ള ശ്രമം എന്തെങ്കിലും നടന്നിരുന്നോ? യാതൊന്നുമില്ല. അതെല്ലാം പാർട്ടിയുടെ ഭരണഘടനാപരമായ നടപടികളാണ്. അതൊന്നും മീഡിയ ചർച്ച നടത്തേണ്ട കാര്യമല്ല. സുധാകരൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. സുധാകരൻ ആ തെരഞ്ഞെടുപ്പിൽ പങ്കുള്ളതായിട്ട് കണ്ടെത്തിയിരുന്നു. പത്രങ്ങളോട് പരസ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടെങ്കിൽ അത് പാർട്ടി പറയും. കമ്മീഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതിനുണ്ടായിരുന്നുള്ളത് ശരി.